ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ഓട്ടിസം ബാധിച്ച 27 വയസ്സുള്ള മകനെ കാണാതായിട്ട് 20 ദിവസം. ചെറുതുരുത്തി ഇരട്ടക്കുളം മേച്ചേരിക്കുന്നത്തെ വീട്ടിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മകനെ കാത്തിരിക്കുകയാണ് അമ്മയായ സബിത. ഓട്ടിസം ബാധിച്ച മകനെ കാണാതായിട്ട് 20 ദിവസം പിന്നിട്ടു. ഊണും ഉറക്കവുമില്ലാതെ മകനെ കാത്തിരിക്കുകയാണ് ചെറുതുരുത്തി ഇരട്ടക്കുളം മേച്ചേരിക്കുന്നത്ത് സാബിത. 27 വയസ്സുള്ള മകൻ അക്ബറിനെ ഇനി തിരയാത്തിടങ്ങളില്ല. ഇതിനു മുൻപും 2 പ്രാവശ്യം മകനെ കാണാതായെങ്കിലും പോലീസിന്റെ സഹായത്തോടെ ഉമ്മയുടെ അരികിൽ എത്തിക്കുകയായിരുന്നു. 20 ദിവസങ്ങൾക്ക് മുൻപ് അമ്മയുടെ കണ്ണുവെട്ടിച്ച് ഇറങ്ങിപ്പോയതാണ് മകൻ അക്ബർ. 50 വയസ്സുള്ള സാബിത മനമുരുകി കാത്തിരിക്കുകയാണ് മകനെ. മുൻപ് കാണാതായപ്പോൾ അമ്പലപ്പുഴയിൽ നിന്നും കാസർഗോഡ് നിന്നുമാണ് മകനെ കണ്ടെത്തിയത്. വീടിനു മുൻപിൽ റെയിൽവേ ട്രാക്കായതിനാൽ സിഗ്നൽ കിട്ടാതെ കിടക്കുന്ന തീവണ്ടിയിൽ കയറിയാണ് യുവാവ് ഇവിടങ്ങളിലെത്തിയത്. ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എങ്കിലും മകനെ കണ്ടുകിട്ടാത്തതിൽ തൃശൂർ ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഉമ്മ. ഭർത്താവ് ഉപേക്ഷിച്ച സാബിത തന്റെ അസുഖങ്ങൾ മാറ്റിവെച്ച് മകളെയും മകനെയും പൊന്നുപോലെ നോക്കി വന്നതാണ്. മകനെ കാണാതായതോടുകൂടി തീരാവേദന തിന്നുകയാണ് ഈ ഉമ്മ. എത്രയും പെട്ടെന്ന് ഈ ഉമ്മയുടെ കണ്ണീരകറ്റാൻ മകനെ തിരിച്ചു ലഭിക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു നാട്. കണ്ടുകിട്ടണം വേഗം. എന്റെ കുട്ടി എന്റെ ജീവനാക്കി. ഞാൻ നോക്കാത്തൊരു കുട്ടി എല്ലായിടത്തുള്ളവരൊക്കെ പറയാം തല്ലിയാലും നിങ്ങളൊന്ന് ഒന്ന് നോക്കുക. അവനെ ഞാൻ നോക്കാത്ത പിന്നാലെ ബാഗ് പിടിച്ച് നടക്കണമായിരുന്ന കുട്ടി 1 മിനിറ്റിന്റെ ഉള്ളിൽ പോയി. എന്റെ കുട്ടി എത്രയും വേഗം എൻ്റെ കുട്ടീനെ കിട്ടണം. എനിക്ക് ആലോചിച്ചിട്ട് ഷുഗറും ഒക്കെ കൂട്ടിയിറക്കുകയാണ്. വിഷമിച്ചിട്ട് എപ്പോഴാണ് ദിവസം പൂന്തോറും മനസ്സിൽ വിഷമിച്ചിട്ട് എൻ്റെ കുട്ടീനെ എത്രയും വേഗം കണ്ട് കിട്ടണം. എൻ്റെ മകനേക്ക് ജീവനാണ്, ജീവന് തുല്യാണ് എൻ്റെ മകൻ. എത്രയും പെട്ടെന്ന് കിട്ടണം എൻ്റെ കുട്ടീനെ. ഇപ്പൊ ഒരു പോക്ക് തുടങ്ങി. അപ്പൊ ഞാൻ ആലോചിച്ചു എനിക്ക് എൻ്റെ കുട്ടീനെ നോക്കാൻ പറ്റുന്നല്ലോ. ഒരു സ്ഥാപനത്തിലാക്കിയ അവിടെ നഷ്ടമല്ല. അപ്പൊ നീ നോക്കാല്ലേ എങ്ങനെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ഇപ്പൊ 2 പ്രാവശ്യം ആദ്യം പോയി. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം എന്റെ കണ്ണ് വെട്ടിച്ചിട്ടല്ലാതെ എന്റെ മുന്നിൽ നിന്ന് പോയില്ലാന്ന് എല്ലാരോടും ഞാൻ പറയും. എൻ്റെ അടുത്തുനിന്ന് അവൻ പോയില്ലാന്നാ ഞാൻ എല്ലാരോടും വെല്ലുവിളിക്കല്ല. അനീറ്റിയോടും ആളോടൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടീനെ കിട്ടണം. ഞാൻ ഏതിയാലും പോകുമ്പോൾ എൻ്റെ കുട്ടി എൻ്റെ കൂടെ എല്ലാവരും ചോദിക്കുക എവിടെ എന്താ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെ ഇങ്ങനെ മകൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ കുട്ടി കയ്യിന്ന് പോയി, എൻ്റെ കുട്ടി കയ്യിന്ന് പോയി ഞാൻ പറയുന്നത് എല്ലാവരോടും. നല്ല വിഷമുണ്ട്. എത്രയും വേഗം എൻ്റെ കുട്ടീനെ കാത്തിട്ടാറ് എത്തണം, എത്തിക്കിട്ടണം. ആരെയും കണ്ണിൽ കാണിച്ചിട്ട് കിട്ടണം. ഞാൻ പോയി ഭക്ഷണം കഴിക്കില്ല. ഞാനിപ്പോ പള്ളിയിലൊക്കെ പോവുകയാണ്. ഞാൻ അവിടെ പോയി 4 ആൾക്കാരെ കാണും ചെയ്യ വിഷമപ്പെടിയിരുന്ന വയ്യാതെ ടെൻഷൻ അടിച്ചിട്ട് ഇനി ഒരു ഷോക്ക് എന്തെങ്കിലും വന്നാലോ വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയി ഭക്ഷണം വെക്കണമില്ല, കഴിക്കണമില്ല, ഒന്നുമില്ല. എൻ്റെ കുട്ടി പോയ പിന്നെ എനിക്കൊരു ലോകമില്ല. ഞാൻ അവൻ്റെ ലോകത്തിൽ കൂടെ ജീവിച്ചതാ. അങ്ങനെ ആ ലോകമായി കൂടെ ജീവിച്ച ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച അതുവരെ ഞാൻ എത്തിയത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ലോകം. എനിക്കൊരു ലോകമില്ലാതെ ഞാൻ അവരോട് പറയാം. എൻ്റെ മക്കളോട് എനിക്ക് 2 മക്കളാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. ആ പെൺകുട്ടി ദുബായിൽ ജോലി. ന്യൂസ് ഡെസ്ക് CCV.